ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുരുമുളക് തൃപ്പല്ലിയിൽ നമുക്ക് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയൊക്കെ എൻ്റെ അപ്പൂപ്പനാണെന്നെല്ലാം വീഡിയോയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കൈമാർ. ഒതുക്കിനെ കാവുള്ളതിനെ പറയും അല്ലേ? കാവുള്ളത്. പിന്നെ ഇതായിരിക്കും കൈമാർ. ഇതുപോലെയുള്ളത് ഗ്രാഫ്റ്റ് ചെയ്യാവും. ഇതിനെ ഇവിടെ വെച്ച് അറുക്കണം. ഇവിടെ വെച്ച് അറുത്തിട്ട് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഗ്രാഫ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇതാണ് ഇത് താരല്ല, ഇത് അതിൽ താരില്ലെന്നേ ഉള്ളൂ. ഈ താഴ്ത്തടിയിൽ നിന്ന് ഇതാ ഇങ്ങനെ വന്നിട്ട് തിരിഞ്ഞു പോകുന്നതാണ് കൈമാർ. ഇത് തായ് വള്ളി. ബഡ് ചെയ്യില്ല, ഇതിലാണ് ബഡ് ചെയ്യണം. ബഡല്ല ഗ്രാഫ്റ്റ്. പിന്നെ അതിലും ഗ്രാഫ്റ്റ് ചെയ്യാം. ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെ മരത്തിൽ വളർത്താം. അതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് മരത്തിൽ വളർത്താം. ഈ താഴ്ത്തടി ഇതേ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് മരത്തിൽ വളർത്താം. മരത്തിൽ വളർത്തിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വേറെ ചീത്തയാവില്ല, നല്ല അടിപൊളിയായിട്ട് വളരും. അല്ല, നമ്മൾ കൈമാറെടുത്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറ്റിയായിട്ട് നിൽക്കാവുള്ളൂ. അതാണ് ഒരു കുറ്റി കുരുമുളക്. അതാണ് തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ആ വ്യത്യാസം എനിക്ക് ഇതുവരെ അറിയില്ല. അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ തൃപ്പലി എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ പലതും ഉണ്ട്, പക്ഷേ നമ്മുടെ കയ്യിലുള്ളതാണ് ഏറ്റവും ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് അത്യാവശ്യം കൊള്ളാമെന്നുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം നല്ലത്. കാരണം നമുക്ക് പല ഇതും നമ്മുടെ ഇന്ന് സെയിലിന് പലയിടത്തും ഉണ്ടാവും. പക്ഷേ അതിനേക്കാളും അടിപൊളി സാധനമുണ്ട്. കാരണം നമ്മളെ ഏകദേശം ഒരു 6 വർഷത്തിൽ കൂടുതലായില്ലേ നമ്മളിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇത് അത്യാവശ്യം ഇപ്പോൾ നല്ലതായിട്ട് നിൽപ്പുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എത്ര വർഷം വേണമെങ്കിലും നിൽക്കും. വെള്ളം വേണം മൂട്ടിൽ വെള്ളത്തിന് ഒരു കാരണവശാലും ഇതിന് കേടൊന്നും വരില്ല. അത് ഇവിടെ കണ്ടാൽ മനസ്സിലാക്കണ്ട, ചുമ്മാ വെറുതെ അവിടെ നട്ടിട്ടിരിക്കുകയല്ലേ ഒരു കാട് പോലെ. അപ്പോൾ നമ്മൾ ബഡിങ്ങിന് വേണ്ടി ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ പ്ലാന്റ് എടുത്തല്ലേ, ഈ പ്ലാന്റ് നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു കൈമാർ എടുക്കാൻ പോവുകയാണ്. കൈമാറല്ലേ എടുക്കാൻ? കൈമാർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഓക്കെ, അപ്പോൾ ഒരെണ്ണം അപ്പോൾ നല്ലത് നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലത് നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിനാണ് നമുക്കതിൽ ബഡ് ചെയ്യാം. കാരണം നമ്മൾ അതുമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട് കാരണം ഇതുമായിട്ട് നോക്കണമല്ലേ? പക്ഷേ ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് അതിൽ കറക്റ്റ് ആവുമോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്ലാന്റ് എടുക്കാനുള്ള. തായ്തടി ഇത് അതിനേക്കാൾ വലുതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ മുകളിലുള്ള നമ്മൾ മാറ്റി എന്നിട്ട് ഇവിടെ വെച്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് മുകളിൽ നിന്ന് മുറിക്കുക. തൃപ്പലിയുടെ മൂടാണിത്. ഇതിനെ മുകളറ്റത്ത് നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ കൂടി ഏറ്റവും കുഴപ്പമില്ല ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് നടുക്കൂടി കയറണം. ഒത്ത നടുക്കായിരിക്കണം. നല്ല അറവുള്ള നല്ല അറണ പിച്ചാത്തിയായിരിക്കണം. കറക്റ്റ് പോകും. മതി. ഇപ്പോൾ നടുക്കൂടിയാണ് എടുത്തിട്ടുള്ളത്. മുറിക്കണം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ ഇത് കൈമാറില ഇതുപോലെ അർത്ഥങ്ങളാണല്ലേ? ഇങ്ങനെ. അത് വെള്ളം നഷ്ടപ്പെടാൻ വേണ്ടി അതാ? ഇല്ല, ഇത് പിന്നെ മുഴുവനെ ഇരുന്ന് അത് വാടിപ്പോകും. ഓക്കെ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി. ഇതിന് ഇവിടെ വയ്ക്കാൻ വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്യാണ്, മുറിച്ചെടുക്കുകയാണ്. ഇത് നോക്കട്ടെ, എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയല്ലേ ഇരിക്കേണ്ടത്. ഇതിനെ ഇങ്ങനെ അറക്കണം. ഒരു സൈഡ് അറുത്തു, ഇനി മറു സൈഡും അതേപോലെ അറക്കണം. നടുക്കുള്ള ഭാഗം ഇരിക്കണം. ഇനി ഇവിടെ വെച്ച് ഒരുപാട് നീളം വേണ്ട, ഇവിടെ വെച്ചൊന്ന് മുറിക്കണം. ഓക്കെ, നമ്മൾ ഈ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് അതിലോട് ചേർക്കുമ്പോൾ നമ്മൾ തേന് ചേർത്ത് കൊടുക്കാം അല്ലേ? തേനിൽ മുക്കണം. ഇവിടെ തേനിൽ മുക്കണം. മുക്കിയിട്ട് ഓക്കെ, നടക്കും. കുറച്ചുകൂടി അങ്ങ് താഴെ ഇറങ്ങിട്ട് ഈ അറക്കണ താഴെ അങ്ങ് താഴോട്ട് പോകണം. ഇത് നമ്മളെടുത്ത് നോക്കിക്കൊള്ളണം. ഇതാ ചിലത് ഇങ്ങോട്ട് തള്ളി താഴല്ല, ഇനി കെട്ടണം. ഇതേപോലെ അറക്കണം. ഏത് പ്ലാസ്റ്റിക് അല്ല, നല്ല കവറായിരിക്കണം. ഇതുപോലെ നടുവണ കവറായിരിക്കണം.
മനസ്സിലായോ? വാങ്ങിക്കാൻ കിട്ടും. റബ്ബറിന് ബഡ് ചെയ്യണ കവറല്ല, പ്ലാസ്റ്റിക്. അത് പൊട്ടിപ്പോകില്ലേ? എളുപ്പം പൊട്ടില്ല. ഇത് നമുക്കത് പൊട്ടാതെ ഇരുന്നാലേ നമ്മളെ ഇഷ്ടത്തിന് വലിച്ച് കെട്ടാം. ഇതിങ്ങനെ ഒരു കെട്ടിടുന്നു. അങ്ങനെ അല്ലാതെയും ചെയ്യാം. അങ്ങനെ കെട്ടണതാണ്. ഇങ്ങനെ ചുറ്റണം. ചുറ്റെന്ന് പറയുമ്പോൾ നല്ല ഹിറ്റാക്കി ചുറ്റണം. ഇത് ഇളയും അത് കെട്ട് ശരിയാവാത്തതാണ്. കെട്ടിനൊക്കെ ശരിയാക്കാം. പ്രസ് ചെയ്ത് ബലം പ്രയോഗിച്ച് ഇതിനെ നല്ല തിക്കാവണം, നല്ല ചേരണം. ചേർത്ത് കെട്ടുക. ഇങ്ങനെ ചുറ്റണം. അത് ചാരം വലിച്ചാണ് കെട്ടാൻ. അപ്പോൾ നല്ല ഇതായിട്ട് വരും. ഇനി കീഴോട്ട് ചുറ്റാം. ആദ്യം മോളോട് കിട്ടുന്ന ശേഷം വെള്ളം അതുവഴി ഇറങ്ങി വരാതിരിക്കാൻ. അത്ര. ഇനി ഇതുമായിട്ട് മൂടെ ഇനി എൻ്റെ മുകളിൽ പണിയുണ്ട്. ചുമ്മാ അതങ്ങ് പിന്നെ കിട്ടണമല്ല. അടുത്ത പണികളുണ്ട്. ഇങ്ങനെ കെട്ടണം. നല്ല ഉറപ്പിച്ച് തന്നെ കെട്ടണം. അത് ഇത്രയും നല്ല ഇതായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. വെള്ളത്തിൽ മുക്കിയിട്ട് കുടയണം. എല്ലാ വെള്ളവും കുടങ്ങി കളയരുത്. വെള്ളത്തിനങ്ങ് തൂവിയിട്ട് ഇങ്ങനെ കെട്ടണം. ഇങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിഭാഗം വരത്തതായിട്ട് കെട്ടണം. ഇറങ്ങാൻ പാടില്ല. 30 ദിവസം വെച്ചേക്കും. 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആക്കിയെടുക്കാം അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. ഇത് വെയിലത്ത് വയ്ക്കാൻ പാടില്ല. ഇത് കെട്ടണത് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടണം. ഇതിനെ ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളതായിട്ടുള്ള നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ബഡ്ഡിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം. ഇത് നമ്മളുള്ള സ്ഥലം ട്രിവാൻഡ്രത്താണ്. കീഴാറൂരിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മേടിക്കാം. അതുപോലെ നമുക്ക് കാട്ടാക്കടയും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്ഥലത്തുണ്ട്. നമ്മുടെ ഫ്രാഞ്ചൈസി ആയിട്ട് 2 സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാനുള്ളവർക്ക് നമുക്ക് വിളിക്കേണ്ടതായിട്ടുള്ള നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓരോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെ നിങ്ങൾക്കിത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് മേടിക്കാം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓരോ പ്ലാന്റ്സായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് എത്ര വർഷമായ പ്ലാന്റാണ് അപ്പോൾ ചെയ്ത്? ഓക്കെ, ഇത് 1 വർഷമായ പ്ലാന്റാണ്. ഈ 1 വർഷമായ പ്ലാന്റിൽ എന്തെങ്കിലും ഇതിൽ കായകളില്ലാത്ത സമയം ഉണ്ടായിരുന്നോ? എപ്പോഴും കായകളുണ്ട്. എപ്പോഴും നമുക്കിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് ഇപ്പോഴും തന്നെ കാണിച്ചത് ഇതിൻ്റെ കുറേ സെക്ഷൻ പല ഏജിലുള്ള പ്ലാന്റ് ഉണ്ടല്ലോ. ഇതെല്ലാം 5 വർഷമായ പ്ലാന്റ് ആണല്ലേ. ഇത് നമുക്ക് അത്യാവശ്യം നിറച്ച് കിട്ടുമല്ലേ? പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നിറച്ച് ഇത് പ്ലാന്റ് ഇതിൽ ഇരിപ്പുണ്ട്. പ്ലാന്റിൽ നിറച്ച് കായ കിടന്ന് അടക്കാറായല്ലേ കായകൾ? ഇതൊക്കെ അടക്കാറായതുകൊണ്ട് പല പരുവങ്ങളാണ്. ഇത് കണ്ട പഴുത്തത്, അതിൻ്റെ അടുത്തത്. പിന്നെ ഇതിലൊരു പ്രത്യേകത എനിക്ക് തോന്നി. പിന്നെ ഇല ഇങ്ങനെയാവൂലേ കുറച്ചുകൂടെ മറ്റൊരു നോക്കിനേക്കാൾ വ്യത്യാസം. അത് ഇത് വേറെ വെറൈറ്റി. ഇത് വേറെ വെറൈറ്റി. കരിമുണ്ട. ഇത് കരിമുണ്ടയാണ്. അതും കരിമുണ്ട. ഇത് കരിമുണ്ട. അതാണ് നോർമൽ ടൈപ്പ് അല്ലേ നമ്മുടെ ഇല കണ്ട? അതെല്ലാം ഇതാണ് പന്നിയോർ. പന്നിയോറിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്ക് നമുക്ക് ഇതാ ഇങ്ങോട്ട് നോക്കി ഓരോ എന്താ. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അടിയിൽ നിന്ന് പൊടി പോലും അടുത്ത കളയാണ്. അടുത്ത കളയാണ്. അത് അടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് മാത്രം വളർന്നങ്ങ് പോകും അല്ലേ? ഇതിന് പിന്നെ ഇതിന് വളർച്ച പറയും. പഴുത്തല്ലേ? അതവിടെ ജസ്റ്റ് കിട്ടിയ കാലുണ്ട്. ഇതിൽ നീട്ടിയ കായുടെ സൈസ് ഉണ്ട്. നമ്മൾ നോർമൽ അതിൽ കിട്ടുന്ന സൈസ് അല്ല, കുറച്ച് ചിലപ്പോൾ വലുതായിരിക്കും അല്ലേ? ശരീരം വലുതാവും അല്ലേ? നമുക്കിതിൽ കൊടുക്കാനുള്ള വളപ്രയോഗങ്ങളൊക്കെ എന്താണ് ശരിയൊക്കെ? വളവും മണ്ണ്, കാലിവളം എന്ന് പറയുമ്പോൾ പശുവിൻ്റെ എരുമേലൊക്കെ ചാണകം. അതാ. ഓക്കെ, അപ്പം അങ്ങനത്തെ നമ്മൾ ഉണങ്ങിയ ചാണകം പൊടിയോ അല്ലേ? ചാണകപ്പൊടി, എല്ലുപൊടി അതൊക്കെയാണ് നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് വെള്ളം വീത്തുന്ന എങ്ങനെയാണ്? ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം എമൗണ്ട് ഒക്കെ എത്ര വേണ്ടി? ദിവസവും വെള്ളം വീത്തണം. മഴയില്ലെങ്കിൽ കാരണം നമ്മൾ ഈ ചട്ടി ഉണങ്ങി പോകും. ഇതിന് വെള്ളമാണ് മെയിൻ ആവശ്യം. വെള്ളം കൂടുതലായിട്ട് കൂടുതൽ പാടില്ല ഈ നോർമൽ നമുക്ക്. പക്ഷെ മറ്റേതുപോലെ ഒന്നും സംഭവിക്കില്ല. എൻ്റെ വേര് ഉത്തരം കട്ടിയാവൂല. എൻ്റെ വേര് നല്ല അത്യാവശ്യം നല്ല സെറ്റ്. ഇത് അന്ന് ബഡ് ചെയ്തതിൻ്റെ ആ ഭാഗമൊക്കെ എല്ലാം പോയിട്ട് നിൽപ്പുള്ളല്ലേ അത്? ഓക്കെ, ആ പ്ലാന്റ് ആ ഒരു ഭാഗവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളതിൽ കൊടുക്കാനുള്ള പ്ലാന്റിൻ്റെ സൈസും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മളതിൽ കൊടുക്കാനുള്ള പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് കൊടുക്കാനുള്ള പ്ലാന്റ്. ഉണ്ടാ
വിത്ത് ഓരോ ഇതും കൂടെ വന്ന് നിൽപ്പുള്ളത്. ഇത് എത്ര ദിവസം ആയതായിരിക്കും അപ്പോൾ? ഇത് ഒരു 6 മാസം ആയിക്കണോ? 2 മാസം ആയേ ഉള്ളൂ അല്ലേ? 2 മാസം ആകുമ്പോൾ തന്നെ പൊടിച്ച് അടുത്ത് ഉടനെ വന്നു തുടങ്ങും അല്ലേ? ഓ അത്രയും. ഇത് കുറച്ച് ദിവസം. ഇത് ഏകദേശം ഇത് മാത്രം 2 മാസമൊക്കെ തന്നെ അല്ലേ? പ്ലാന്റിൻ്റെ വേണ്ട നിറച്ച് 2 മാസമായ പ്ലാന്റാണ് നമ്മൾ അതിൽ ബഡ് ചെയ്തതിന് ശേഷം 2 മാസം ആയപ്പോൾ എന്തായാലും അതിൽ നിൽക്കുന്നുണ്ട എത്രമാത്രം തളിര് നിൽക്കണല്ലേ? ഇത് തളിരെന്നാണ് കതിരൻ താരെന്നാണ് ഇതിനെ പറയുന്നുണ്ട്. നിറച്ച് നിൽപ്പുണ്ടോ താര്? അത് ഒരേ സെയിം തന്നെ അല്ലേ അത്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണം, ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി മേടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം 9809806874 ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ. സപ്പോസ് മെസ്സേജ് അയക്കാൻ അറിയില്ലാത്തവരാണ്, ഇപ്പോൾ പ്രായം ചെന്നവർക്കാണ്, ചിലർക്ക് അറിയില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൾ ചെയ്യുക. എന്നെ കോൾ ചെയ്തിട്ട് ഇതുപോലെ പ്ലാന്റിൻ്റെ കാര്യം പറയുക, ഇതുപോലെ പ്ലാന്റ് വേണം എന്ന ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മൾ അയക്കുന്നതാണ്. നമ്മൾ ഇന്ത്യയിൽ ഏകദേശമുള്ള എല്ലാ സ്റ്റേറ്റിലും നമ്മൾ അയക്കുന്നുണ്ട്. കൂടുതൽ അങ്ങോട്ട് ദൂരോട്ടുള്ളവർത്താണ് നമ്മൾ സ്പീഡ് പോസ്റ്റാണ് അയക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. തുടർന്ന് നമ്മളെ ഒത്തിരി സാധനങ്ങൾ മേടിക്കുക. നമുക്ക് ഏകദേശം ഒരു 50,000-ന് പുറത്ത് നമുക്ക് ട്രസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഏകദേശം ഒരു 1,50,000 സബ്സ്ക്രൈബേഴ്സും ഇപ്പം പെട്ടെന്നായി കഴിയും. ഓക്കെ, അതിൻ്റെ സന്തോഷം എല്ലാം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഇത് മേടിച്ചോളുക. ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നടാനുള്ളത് നമുക്ക് എല്ലാ കാര്യവും നമുക്കൊന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള എൻ്റെ സ്വന്തം അപ്പച്ചനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിനി പ്ലാന്റുകളൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഇവിടെ നിന്നാണ് സെയിൽ ചെയ്യാറുള്ളത്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ഹബ്ബ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടെ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സിനെ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ നമ്മൾ ആ മെയിൻ അവിടെ നിന്നാണ് നമ്മൾ അവിടെ ആ ഭാഗത്ത് കാണിച്ചു നടത്തുന്ന നമ്മൾ പ്ലാന്റുകൾ ബഡ്ഡിങ്ങിന് വേണ്ടി ബാക്കിയെല്ലാം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്.